ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ മോഹിനിയാട്ടം ചിത്രത്തിൻ്റെ റിവ്യൂമായാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഭരതനാട്യം OTT കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേ കുടുംബം, ഡിഫറെൻറ്റ് ലൊക്കേഷൻ, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ്. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു കൊച്ചു പടം, കൊച്ചു വെൽ പാക്കേഡ് സിനിമ, നിങ്ങളുടെ വിഷു ഹാപ്പിയാക്കാൻ പോകുന്ന സിനിമയാണ്. അപ്പോൾ കുടുംബസമേതം പോയി കാണാവുന്നൊരു ചിത്രമാണ്. ഇതിനകത്ത് സൈജി കുറുപ്പ്, അളിയന്മാർ, അവരുടെ യൂഷ്വൽ കളികൾ, പരിപാടികൾ. പക്ഷേ ആ ട്വിൻസ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്തൊക്കെ ഏറ്റവും വലിയ കില്ലർ പെർഫോമൻസ് ചെയ്ത് കലാരഞ്ജിനി. എൻ്റെ അമ്മോ, അവരുടെ കോമഡി ടൈമിങ് പറയേണ്ട കാര്യമില്ല. ഏത് കുടുംബത്തിൽ നിന്നാണെന്ന് അറിയാലോ. ഷീ ഹസ് കെപ്റ്റ് ഇറ്റ് സോ വെൽ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു 3 ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നവരുണ്ട്. അവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് അതൊരു വേറൊരു ലെവൽ ക്യാരക്ടർ പിടിച്ചു വന്നിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ ബേബി ജീൻ നമ്മൾ ഇങ്ങനെ യൂഷ്വൽ പുള്ളിയുടെ റാപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ പുള്ളി ഈ ലെവലിൽ പെർഫോം ചെയ്യാൻ നമുക്ക് വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുന്ന പോലത്തെ രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്, ഈ സാറ്റുകളിൽ ഞാനും കൂടെ ഉണ്ടാവുന്നു. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ മലയാള സിനിമയുടെ സാറ്റുകളിൽ ഇനിയും പുള്ളിയും കൂടെ ഉണ്ടാവും. അത് കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. ഇൻ്റർവെൽ വരെ അങ്ങനെ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമായിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം പടം വേറെ ഒരു ലെവലിലേക്ക് വളരെ സ്പീഡായിട്ട് പോകുന്നു. പക്ഷേ ആ സമയത്താണ് നമ്മുടെ ഒരു പോലീസുകാരൻ്റെ ഒരു എൻട്രി. വിനയ് ഫോർട്ട് ഒരു ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട് ആ പോലീസുകാരനായിട്ട്. ഒരു യൂഷ്വൽ വിനയ് ഫോർട്ടിൻ്റെ ഒരു രീതികളല്ലാതെ വേറൊരു രീതിയിൽ കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. സംഗതി കൊള്ളാം. നിങ്ങൾക്ക് ചിന്തിക്കാനും ആഘോഷിക്കാനും പറ്റിയ ഒരു കൊച്ചു പടം. എന്തായാലും വിഷു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നീട് OTT വരുമ്പോൾ അയ്യോ മിസ് ചെയ്തു ഗംഭീരാന്ന് പറയാൻ നിൽക്കണ്ട. ഇതെന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്നതാണ്. നല്ലൊരു ഓഡി തന്നെ പോയി കാണണം. കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ കണ്ട പത്മ 2-ലാണ്. നല്ല പ്രൊജക്ഷനും നല്ല ഓഡിയായിരുന്നു. അപ്പോൾ സീ യു അഗെയിൻ വിത്ത് അനദർ മൂവി, അനദർ ടൈം. താങ്ക് യു.